ഇത് മഹീന്ദ്ര SUV. ഇന്ത്യൻ റോഡുകളിൽ രാജാവായി വാഴുന്ന മഹീന്ദ്ര SUV. ഈ വണ്ടി ഒരു 5900 കിലോമീറ്ററോളം ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടായി. മഹാകുംഭമേളയോടനുബന്ധിച്ച് ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഈ വണ്ടിയുമായി യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം ഞങ്ങൾക്കുണ്ടായി. അങ്ങനെ തൃശ്ശൂർ വടക്കുംനാഥൻ്റെ മണ്ണിൽ നിന്ന് കാശി വിശ്വനാഥൻ്റെ മണ്ണിലേക്കായിരുന്നു ആദ്യ തീർത്ഥയാത്ര. ഏകദേശം ഒരു 2500ഓളം കിലോമീറ്റർ ഞങ്ങൾ നിർത്താതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഡ്രൈവേഴ്സ് ഒരിക്കലും വണ്ടിക്ക് ജസ്റ്റ് ഞങ്ങളുടെ ഒരു ചായ കുടിക്കുന്ന സമയത്ത് മാത്രമുള്ളൊരു യാത്ര ബേസിൽ കിട്ടുന്നൊരു റെസ്റ്റുമായി ഈ വണ്ടി മുന്നോട്ട് പോയി. ഒരിക്കലും തളരാതെ മുന്നോട്ട് പോകുന്ന, നമ്മൾ പ്രതീക്ഷിക്കില്ല ഇത്രയും ഒരു പവർഫുള്ളാണ് SUV 700 എന്നുള്ളത്. മഹീന്ദ്രനെ നമ്മൾ 100% അതിൽ അഭിനന്ദിക്കുന്നു. ഒരിക്കലും ഒരു പ്രോബ്ലം ഒന്നും തന്നെ സംഭവിക്കാതെ, ഓൾറെഡി പുതിയ വണ്ടിയാണ് എങ്കിൽ കൂടി നമുക്ക് കംഫർട്ടായി അത്രയും ഒരു 8 സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്തു. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, മുംബൈ മഹാരാഷ്ട്ര, അത് കഴിഞ്ഞ് മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, വാരണാസി, അയോധ്യ, പ്രയാഗ്രാജ്, ഇത്രയും പവർഫുള്ളായി ഒരേപോലെ മൂവ് ചെയ്ത് ഏകദേശം ഒരു 21ഓളം കിലോമീറ്റർ ലിറ്റർ ഡീസൽ മൈലേജ് കണക്കൂട്ടി ഞങ്ങൾ മുന്നോട്ട് പോയി. അത് റോഡ് അത്രയും കംഫർട്ടാണ്. സ്റ്റേറ്റ് ഹൈവേനെക്കാട്ടും ഭയങ്കര മികച്ച ഹൈവേകളാണ് നാഷണൽ ഹൈവേകൾ. അത് എക്സ്പ്രസ് ഹൈവേ ഉൾപ്പെടെ അത്രയും കിടിലൻ റോഡുകളാണ്. നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ഇത്രയും യാത്ര ചെയ്യേണ്ടി വന്നതിൽ നിന്നും ഒരു ക്ഷീണമോ മറ്റൊന്നും നമുക്ക് ഇതിൽ നിന്ന് ട്രാവൽ ചെയ്തിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് മഹീന്ദ്ര മേക്ക് ചെയ്ത് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൻ്റെ ബേസ് വേരിയൻ്റാണ് ഇതിൻ്റെ അടുത്ത പല സെക്ടറുകളിലും പല വേരിയൻസ് ഉണ്ട്. പക്ഷേ ബേസ് വേരിയൻറ്റിൽ തന്നെ അത്രയും പവർഫുള്ളാണ് വണ്ടി. ഡീസലായതുകൊണ്ട് എനിക്ക് ഓൾ ഇന്ത്യ അത് കവർ ചെയ്യാൻ പറ്റി. ഒരിക്കലും ഒരു ക്ഷീണമോ ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റി. എനിവേ, ഇന്ത്യയുടെ രാജാവായ മഹീന്ദ്രയുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഈ വീഡിയോ എനിക്കറിയാവുന്ന രീതിയിൽ പ്രതിപാദിച്ച് അവസാനിപ്പിക്കുന്നു.